ദീപക് തരമടം, ഇന്ന് സാധാരണ പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ തന്നെ മിക്കപ്പോഴും എഴുതി തയ്യാറാക്കി സ്പീച്ച് റൈറ്റേഴ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ തയ്യാറാക്കുന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും ഒക്കെ സാധാരണ അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ അവരുടെ പോയിന്റ്സുകളൊക്കെ നോക്കും, അവർ ചിലപ്പോൾ കറക്റ്റ് ചെയ്യും, അതൊക്കെ സംഭവിക്കും. ഇന്ന് പ്രധാനമന്ത്രിയെ പാലക്കാട് നടത്തിയ പ്രസംഗം എഴുതി തയ്യാറാക്കിയതായിരുന്നു, അതോ അതിൽ നിന്ന് വ്യതിചലിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം? പൂർണ്ണമായും എഴുതി തയ്യാറാക്കിയ കൃത്യമായ അജണ്ടയുള്ള പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് നടത്തിയത്. ഞാൻ പണ്ട് EMS പറഞ്ഞൊരു പദം കടമെടുത്തുകൊണ്ട് പറയാണ്, വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി. ഗോപി പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും ഡിസഗ്രി ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. പ്രധാനമന്ത്രി അളവ് തൂക്കത്തോടുകൂടിയായിരുന്നു ഇന്നത്തെ പ്രസംഗം. ആ പ്രസംഗത്തിൽ കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു, കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് മതി, ഇങ്ങനെ മതി കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാൻ എന്നുള്ള ഒരു റിസർച്ചിൻ്റെ, പൊളിറ്റിക്കൽ റിസർച്ച് അനാലിസിസിൻ്റെ ഭാഗമായുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അദ്ദേഹം തുടങ്ങിയത് തന്നെ കേരളത്തിനെ കുറിച്ചിട്ടാണ്, കേരള മാതാവിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്ന കൽപ്പാത്തിയിലേക്കാണ്. കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയുന്നു. ഞാൻ കാശിയിൽ നിന്ന് വരുന്നു, വാരാണസിയുടെ MP ആണ് നരേന്ദ്രമോദി, നേരെ ഇവിടെ ജയിക്കണം, അതായത് വാരാണസിയിൽ ജയിച്ചു, പാലക്കാട് ജയിക്കണമെന്ന് കൃത്യമായ ഹിന്ദു സോഫ്റ്റ് നറേറ്റീവിലേക്ക് തുടങ്ങുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീങ്ങുന്നത് വളരെ വളരെ ശാസ്ത്രീയമായാണ് പ്രസംഗം പുരോഗമിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ മുതൽ ചട്ടമ്പി സ്വാമികൾ മുതൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ചാവറയച്ഛൻ്റെ പേരാണ്. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ എന്നാൽ അവിടെ ചില പേരുകൾ വിട്ടുപോകുന്നുണ്ട്. വക്കം മൗലവിയെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെയൊക്കെ വിട്ടുപോകുന്നുമുണ്ട്. പക്ഷേ അതിൽ കൃത്യമായി ചാവറയച്ഛൻ്റെ പേര് അദ്ദേഹം ചാവറ കുര്യാക്കോസ് എന്ന് കൃത്യമായി എടുത്തു പറയുന്നു. ഇത് കഴിഞ്ഞ് ഓശാന പെരുന്നാളായിട്ട് പോലും അദ്ദേഹം ക്രിസ്ത്യൻ പൊളിറ്റിക്സോ മൈനോറിറ്റി പൊളിറ്റിക്സോ പറഞ്ഞില്ല. ഞാൻ രാവിലെ തന്നെ ലൈവിൽ SKൻ്റെ ലൈവിൽ ചേരുമ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇന്നത്തെ പ്രസംഗത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. രണ്ട് മുന്നണികൾക്കും കൃത്യമായ കടന്നാക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രവചിച്ചു, അത് ശരിയായി. പക്ഷേ ഓശാന പെരുന്നാളായിട്ട് പോലും അദ്ദേഹം മൈനോറിറ്റി പൊളിറ്റിക്സ് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഉപയോഗിച്ച പ്രചരണായുധമായ ശബരിമല വിട്ടുപോകുന്നതല്ല, അത് ഒരു പൊളിറ്റിക്കൽ റിസർച്ച് അനാലിസിസിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെടുന്നതാണ് എന്നുള്ളത് എടുത്തു പറയണം. മാത്രവുമല്ല, കൃത്യമായി സംസ്ഥാന സർക്കാരിന് മറുപടി കൊടുക്കുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇരുന്നതിനേക്കാൾ 5 ഇരട്ടിയാണ് തുക കേരളത്തിന് അനുവദിച്ചത് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ SKN ഇതൊരു വളരെ ഒരു നല്ല പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തിയുള്ള ഒരു മൃദുഭാവത്തിലുള്ള ഒരു ആക്രമണമാണ്, കടന്നാക്രമണമാണ്. മാത്രവുമല്ല, ഒരിക്കലും പറയില്ല എന്ന് പ്രതീക്ഷിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന കേസും ഇന്നലെ ഒരു കൗൺസിലറെ പുറത്താക്കിയത് വരെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടം പിടിച്ചു എന്ന് പറയുമ്പോൾ പ്രാദേശിക തലത്തിലേക്കുള്ള വിവരങ്ങൾ പോലും അത് കൃത്യമായി അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ്. അതിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ദീപക്, ഈ ശബരിമല പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കേരളം ചർച്ച ചെയ്യുന്ന ഡീൽ പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു കാര്യം പറയാതെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പതിവായി BJP പറയുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ പറയുന്ന പതിവ് വിഷയങ്ങൾക്കപ്പുറത്ത് എന്താണ് ഇന്ന് ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഗോപി, അതിലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ശബരിമല വിഷയം ഇപ്പോൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചർച്ച അതിലേക്ക് പോകും. ചർച്ച അതിലേക്ക് പോകരുത് എന്ന് BJPക്ക് നിർബന്ധമുണ്ട്. BJPയുടെ നേതാക്കൾ സമീപ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തുന്നവർ ആരെങ്കിലും ശബരിമലയെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖരൻ മിണ്ടുന്നുണ്ടോ? ഇവരെല്ലാം ഏക സ്വരൂപത്തിലാണ് ഇവരുടെ പ്രസംഗം. നിങ്ങൾ ഇവരുടെ ട്വിറ്റ് എടുത്ത് നോക്കിയാൽ, X എടുത്ത് നോക്കിയാൽ എല്ലാം സമാന സ്വഭാവത്തിലാണ്. ഫോട്ടോകൾ പോലും സമാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർ ആ വിഷയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലപ്പുറത്തേക്ക് മറ്റു പൊളിറ്റിക്സ് പറയണം. പിന്നെ ഡീൽ വിഷയത്തിൽ അദ്ദേഹം പരാമർശിച്ചു പോയത് എങ്ങനെയാണ്? കോൺഗ്രസ് പറയുന്നു BJPയുടെ B ടീം CPM ആണെന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്, ഞാനിപ്പോൾ പാലക്കാടാണ്, തൊട്ടടുത്ത കോയമ്പത്തൂർ മുതൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുകയാണ്. ഇവിടെ മാത്രം ഇവർ രണ്ടായി മത്സരിക്കുന്നത് നിങ്ങളെ പറ്റിക്കാനാണ് എന്ന് പറയുകയും എന്നിട്ട് ഡീൽ എന്ന പദം ഉപയോഗിക്കാതെ അദ്ദേഹം പറയുകയാണ് B ടീമാണെന്ന് പറയുമ്പോൾ ഞങ്ങളാണ് A ടീം, BJP വരും, NDA വരും എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, അദ്ദേഹം മോഡി ഗ്യാരണ്ടി, NDA ഗ്യാരണ്ടി എന്ന് ഏതാണ്ട് 13 പ്രാവശ്യം ഞാനവിടെ ഇരുന്ന് എണ്ണുകയായിരുന്നു. മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഇരിപ്പിടം. അങ്ങനെ എണ്ണുന്ന സമയത്ത് ഒരു 13ഓളം തവണ പറയുന്നുണ്ട് ആവർത്തിച്ച്. മാത്രമല്ല, ഒടുവിൽ കൊണ്ടുവന്ന് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ കേന്ദ്രം ഏറ്റവും കൂടുതൽ കേരളത്തിന് തരാൻ തയ്യാർ,
എന്ന് പറഞ്ഞാണ് നിങ്ങൾ MLA-മാരെ തരൂ എന്ന് പറയുന്ന ഒരു രീതി ബീഹാറിലും മറ്റു പല സംസ്ഥാനങ്ങളിലും നടത്തിയ പ്രസംഗത്തിന്റെ സമാന രൂപത്തിലാണ്. നിങ്ങൾ BJP-ക്ക് തന്നാൽ നിങ്ങൾക്ക് തരും എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അത് ബോധപൂർവമാണ് എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും, എന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.